വഖഫ് നിയമത്തെ പറ്റി പറയുമ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് ദാനം കൊടുക്കുന്ന ഭൂമിയാണല്ലോ ഇത്. പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. അവർക്ക് കൊടുത്താൽ പിന്നെ കൊടുത്തതാണ്. അതാണ് വഖഫ് ചെയ്ത ഭൂമി പിന്നെ വഖഫാണ് എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഉണ്ണിസാർ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 9 ലക്ഷം ഏക്കർ ഭൂമിയാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത്, വഖഫിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കൗൺസിലിൻ്റെ കയ്യിലാണെങ്കിലും വഖഫ് ബോർഡിൻ്റെ കയ്യിലാണെങ്കിലും. അപ്പം ഇതിനെ ചില സ്ഥലങ്ങളിലെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഈ ഭൂമിയായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണല്ലോ നമ്മളെല്ലാവരും അറിയപ്പെടുന്നതും അങ്ങനെ തന്നെയാണല്ലോ. ചില സ്ഥലങ്ങളിൽ വഖഫ് ഭൂമി കയ്യേറ്റമുള്ളതുപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ഭൂമി കയ്യേറ്റമുണ്ട്. ചില സ്ഥലങ്ങളിൽ എന്താണ് വഖഫ് തന്നെ ഇത് വഖഫിൻ്റെ, കാരണം വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ വഖഫ് അധികാരം പറയുന്നുണ്ട് ഇത് വഖഫുമായി ബന്ധപ്പെട്ട ഭൂമി. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞാലോ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വർഷങ്ങളായിട്ട് ജനങ്ങൾക്ക് കൃഷിയെടുത്ത് താമസിച്ച് വീട് വെച്ച് താമസിച്ച് വരുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന ഒരു ആക്സ്പെക്റ്റിലേക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും വഖഫ് ഭൂമിയായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് വരുന്നുണ്ട്. ഇതാണല്ലോ ഈ ചർച്ചയ്ക്കും ഈ പറഞ്ഞ വഖഫ് ഭേദഗതി വേണം എന്ന് കേന്ദ്ര സർക്കാർ പറയാനുള്ള കാരണം. ഈ പറയുന്ന ഡോക്യുമെൻ്റ് പ്രോപ്പറായിരിക്കണം എന്നുള്ളതാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യം. അതിൻ്റെ അകത്ത് 1% വരെ യുക്തിയുണ്ട്. കാരണം ഇപ്പോഴത്തെ നിയമപ്രകാരം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു സ്ഥിതി പ്രകാരം വാക്കാൽ കൊടുത്ത ഭൂമികൾ മുഴുവൻ വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു രേഖ വേണം. അതെങ്ങനെ രേഖ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. അതിനകത്താണ് ഈ പറഞ്ഞ JPCനെ ശരിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ JPC കാൽക്കുലേറ്റ് ചെയ്യാൻ കാരണം അതാണ്. അപ്പം JPCയിലെ പ്രകാരം പ്രതിപക്ഷത്തുള്ളവർക്കോ ഒരു അഭിപ്രായം പറയാം, ഭരണപക്ഷത്തുള്ളവർക്കോ ഒരു അഭിപ്രായം പറയാം, എന്നിട്ട് ക്രോഡീകരിച്ചൊരു അഭിപ്രായം പുറത്തു വരും എന്നുള്ള നിലയ്ക്കാണല്ലോ ഈ JPC രൂപീകരിച്ചത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമുണ്ട്. ഒരു 14 ഭേദഗതിയോട് കൂടിയിട്ട് ബില്ല് പാസ്സായി എന്നുള്ളതാണ്. ഇപ്പം ഇനി അടുത്ത സെക്ഷനോട് കൂടിയിട്ട് അത് ബില്ലായി പുറത്തേക്ക് വരും എന്ന് പറയാം. പക്ഷേ എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വഖഫായ ദൈവത്തിന് ദാനം കൊടുക്കുന്ന ഭൂമിയാണല്ലോ ഈ വഖഫ്. ദൈവത്തിന് ദാനം കൊടുത്തു കഴിഞ്ഞു, പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത് കൊടുത്തു. അത് ശ്മശാനങ്ങൾ, പള്ളികൾ, ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ മതസ്ഥാപനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദ്യാലയങ്ങളൊക്കെയാണല്ലോ ഇതിൻ്റെ വഖഫിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുമാനം എങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെയുള്ള ഒട്ടേറെ ഭേദഗതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഭേദഗതി എന്താണ്? പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിന് ഇതിനകത്ത് എങ്ങനെ കൈകടത്താൻ പറ്റും അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹിന്ദു നമ്മുടെ ഇതുണ്ടല്ലോ ദേവസ്വം ബോർഡുകൾ, ദേവസ്വം ബോർഡ് ദേവസ്വത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അല്ലേ? അവർ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അതിൻ്റെ പണം യൂസ് ചെയ്യുന്ന അവർ തന്നെയാണ്, അതിൻ്റെ വരുമാനം യൂസ് ചെയ്യുന്ന അവർ തന്നെയാണ്. ക്രിസ്ത്യൻ പള്ളികളുടെ വരുമാനങ്ങൾ ക്രിസ്ത്യൻ പള്ളികളാണ്, അല്ലെങ്കിൽ രൂപതകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിസ്ത്യനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മുസ്ലിം അവരുടെ സംവിധാനങ്ങൾ. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 9 ലക്ഷത്തോളം ഏക്കർ വരുന്ന ഭൂമി ഇനി എന്ത് ചെയ്യും? ഗവൺമെൻറ്റിൻ്റെ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം ഒരു ഉദാഹരണം, ഇപ്പം എറണാകുളത്ത് ഒരു 50 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയുക, വഖഫ് പറയുകയാണത് വഖഫിൻ്റെ സ്ഥലമാണ് എന്ന് പറയുന്നു. ഒരു സ്വകാര്യ വ്യക്തി പറയുക ഇത് എൻ്റെ സ്ഥലം എന്ന് പറയുന്നു. അപ്പം കളക്ടർ അതിനകത്ത് ഇടയിലേക്ക് വരും. ഇനിയൊരു സംവിധാനം പുതിയ നിയമപ്രകാരം കളക്ടർ ഇടയിൽ വന്നിട്ട് പറയും ഇത് ഒന്നില്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്, അല്ലെങ്കിൽ ഇത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറയും. അതിനകത്ത് കളക്ടറുടെ താല്പര്യം എപ്പോഴും ഗവൺമെൻറ്റിനോട് അനുബന്ധിച്ചാണ് നിൽക്കുക അല്ലേ? ഗവൺമെൻറ് പറയും അത് അങ്ങനെയാണ് പറഞ്ഞാൽ അങ്ങനെയാണ്. അതോടുകൂടിയിട്ട് ആ സംവിധാനം കഴിഞ്ഞു. ഇപ്പം വഖഫ് ബോർഡ് തീരുമാനിക്കുകയും അതിനെന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണലോട് പോയി തീർന്നത് അന്തിമ തീരുമാനം വന്നു. പിന്നെ അതിനകത്ത് ഒരാൾക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷേ ഇനി വരുന്ന നിയമപ്രകാരം കളക്ടർ വന്ന് പറയും ഇതാണ് ഭൂമി, ഇത് ഇന്നതാണ്, നിങ്ങളുടെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ കയ്യിൽ രേഖകൾ ഉണ്ടാവില്ല. കാരണം എന്താണ്? വാക്കാൽ ദൈവത്തിന് ദാനം കൊടുത്ത ഭൂമിയാണ്. പിന്നെ അതിൻ്റെ അത് വരുമാനം എടുക്കാൻ പറ്റില്ല, ഒന്നുമില്ല. അത് വഖഫിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതിന് ഒരാൾ മാത്രമാണ് അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ളത്. അതോടുകൂടിയിട്ട് ആ പറഞ്ഞ പരിപാടി. അപ്പോൾ രേഖകൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇവർക്ക് ആകെ പറയാൻ കഴിയുക എന്താണ്? ഞങ്ങൾ ഇത്രയും വർഷം, ഉണ്ണിസാർ പറഞ്ഞ പോലെ 12-ാം നൂറ്റാണ്ട് തുടങ്ങി ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പം മറ്റേ ആൾ ഈ 55-ലും 56-ലും 60-ലും 45-ലും ഉണ്ടാക്കിയ വ്യാജരേഖ കൊണ്ട് കൊടുത്താലും മറ്റവൻ്റെ ഭാഗത്തേക്ക് പോകും, ഈ രേഖ കൊടുക്കുന്ന ആളുടേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടാൻ കാരണം എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഭൂമി കൈമാറ്റം ചെയ്തു പോകാം, അതിനുള്ള വലിയ രീതിയിലുള്ള ഡിസ്പ്യൂട്ടുകൾ വരാം. ഇങ്ങനെ ഒരു നിയമം, ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് വഖഫ് ബോർഡുകൾ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ വഖഫിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമികൾക്ക് അധികമാരും അവകാശം ഉന്നയിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമികൾക്ക് നിയമം എങ്ങനെ വഖഫായിട്ട് ഒരാൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫിൻ്റെ ട്രൈബ്യൂണലിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വിധി വഖഫിന് അനുകൂലമായിരിക്കും എന്നുള്ളൊരു ധാരണയിലോട് അധികം ആരും അതിനകത്ത് ഉന്നയിക്കുകയോ അത് പോകുന്നില്ല. ഇങ്ങനെ നിയമങ്ങൾ വന്ന് എന്ത് സംഭവിക്കും? ഇങ്ങനെ പുതിയ വഖഫ് നിയമം വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും പിന്നെ
അതിന് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും എൻക്രോച്ച്മെൻറ്റ് കയ്യിൽ ഇപ്പോൾ കുത്തക കമ്പനികളുടെ കയ്യിലുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ട്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പം ഇതിനൊരു പിന്നെ കണ്ടക്ഷൻ ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ ചർച്ചകളായി, പിന്നെ അത് കോടതിയിലേക്ക് പോയി, പിന്നെ വ്യവഹാരമായി, പിന്നെ ഈ ട്രൈബ്യൂണലിൽ തന്നെ റോളില്ലാതായി. ട്രൈബ്യൂണലിൽ തന്നെ അതായത് വഖഫ് ബോർഡിൽ തന്നെ എണ്ണം കൂടി. മനസ്സിലായോ? അത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല മറ്റുള്ള വിഭാഗങ്ങളിൽ കൂടെയുണ്ട്. അത് ഗവൺമെൻറ് തീരുമാനിക്കുന്നവരെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പം നിരവധി പുതിയ അപ്പോയിൻമെൻറ്റ്സുകളും പുതിയ ഭേദഗതികളും അനുസരിച്ച് പുതിയ നിയമം വന്നത്. അപ്പോൾ ഇതോടുകൂടി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് ആ വിഭാഗത്തിൽപ്പെട്ട് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ വർഷങ്ങളായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഭൂമി, അവർ പള്ളി വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഭൂമി, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ഭൂമി, അവരുടെ മദ്രസകളും ദർഗകളുള്ള ഭൂമി, ഇതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു ആശങ്ക വന്നാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് അവരെയും കൂടെ കൂടുതൽ കേൾക്കണമായിരുന്നു. ഇവർ പറയുന്നതിനേക്കാളും കൂടെ അവരുടെ ആശങ്കകൾ കൂടെ അതിനാണ് പ്രതിപക്ഷം ഏകദേശം 44 ഭേദഗതിയാണ് പ്രതിപക്ഷം പറഞ്ഞത്. അതിൻ്റെ അകത്ത് അത്യാവശ്യം പറഞ്ഞ ഒരു 5 or 6 ഭേദഗതിയെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അതൊരു ഒരു ഡിസ്കഷൻ ഈ JPC രൂപീകരിച്ചത് കൊണ്ടെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇതോടുകൂടി JPC രൂപീകരിച്ചതിൻ്റെ ബെനിഫിറ്റ് പോയി എന്നുള്ളത് മാത്രമല്ല, സർക്കാർ ഏകപക്ഷീയമായ തീരുമാനം എടുത്ത പോലെ തന്നെയായി. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭേദഗതികൾ എങ്ങനെ അവർക്ക് ബാധിക്കും, ഏത് രീതി ബാധിക്കും, അവർക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പം ഏത് രീതിയിലാണ് വരാൻ പോകുന്നതിന് അവർക്ക് സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇനി ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളുടെ ഒരു കൂത്തരക്കായി ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ്, പലർക്കും വ്യവഹാരം ഉന്നയിക്കാനുള്ള സംവിധാനത്തിൽ നിൽക്കുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു എണ്ണയൊഴുക്കിലായി പോയി എന്നുള്ളതാണ് ഇതിൽ എൻ്റെ അഭിപ്രായം. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത സമ്മേളനത്തോടു കൂടി പാർലമെൻറ്റ് സമ്മേളനത്തോടു കൂടി ഏകദേശം തീരുമാനമാവും എന്നുള്ളതാണ്. അപ്പം വഖഫ് ഭൂമി അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് ആ സമുദായത്തിൻ്റെ വിഷമം അതാരും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. അപ്പം ഏകപക്ഷീയമായ ഭേദഗതിയാണോ എന്ന് വെച്ചാൽ ഏകപക്ഷീയമായ ഭേദഗതിയാണ് എന്നുള്ളത് തന്നെയാണ്. Meet the editors.